തിരുവനന്തപുരം വിഴിഞ്ഞത്തെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ രണ്ടുപേർ മരിച്ച സംഭവത്തിൽ ആരോപണമുയർന്ന അസ്മാക് ഹോട്ടൽ പ്രവർത്തിക്കുന്നത് അനധികൃതമായി. ഹോട്ടലിന് ലൈസൻസ് ഇല്ലെന്നും കോർപ്പറേഷന് അനുമതിയില്ലെന്നും കണ്ടെത്തൽ. 24 ബിഗ് ബ്രേക്കിംഗ്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം വിഴിഞ്ഞത്തെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു മടങ്ങിയ നിലമേൽ സ്വദേശികളായ രണ്ടുപേർ ദേഹാസ്വസ്ഥതയെ തുടർന്ന് മരിച്ചത്. സംഭവത്തിൽ അസ്മാക് ഹോട്ടലിനെതിരെ ആരോപണവുമായി മരിച്ചവരുടെ ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു. ഹോട്ടലിന് പ്രവർത്തനാനുമതിയില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. ലൈസൻസ് ഉൾപ്പെടെ കോർപ്പറേഷന്റെ അനുമതിയില്ല. ഹോട്ടലിന് ബിൽഡിംഗ് പെർമിഷനും നൽകിയിട്ടില്ല. നേരത്തെ പലതവണ ഹോട്ടൽ അടച്ചുപൂട്ടണമെന്ന് കാട്ടി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ അടച്ചുപൂട്ടാൻ ഹോട്ടൽ അധികൃതർ തയ്യാറായില്ല. 14 ഹോട്ടലുകളാണ് വിഴിഞ്ഞം തീരത്ത് മത്സ്യവിഭവങ്ങൾ വിൽക്കുന്നതിനായി പ്രവർത്തിക്കുന്നത്. ഇതിൽ 12 എണ്ണത്തിനും അനുമതിയില്ല. എന്നാൽ ലൈസൻസ് എടുക്കാൻ കഴിയാത്തത് ഭൂമിക്ക് പട്ടയമില്ലാത്തതിനാലാണെന്നാണ് ഹോട്ടൽ അധികൃതരുടെ വാദം. രാത്രി മാത്രം പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇവിടുത്തെ ഹോട്ടലുകൾ. മറ്റു ചില ഭീഷണികളെ തുടർന്നാണ് തുടർ നടപടികളിലേക്ക് പോകാൻ കഴിയാത്തതെന്നാണ് കോർപ്പറേഷന്റെ വിശദീകരണം. ആരോപണമുയർന്നതിനെ തുടർന്ന് നിലവിൽ ഹോട്ടൽ അടച്ചുപൂട്ടി. ഭക്ഷ്യസുരക്ഷാ വിഭാഗം ശേഖരിച്ച ഭക്ഷണങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഉടൻ ലഭിക്കും. ശ്രീധർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.